ഞങ്ങളിന്ന് കോഴിക്കോടേക്ക് പോവാട്ടോ. അതും ഫസ്റ്റ് ടൈം വന്ദേ ഭാരതിലാണ് പോകുന്നത്. പോണ വഴിക്ക് നമ്മളുടെ ആലുവ സൈഡിൽ നിർത്തിയപ്പോൾ എനിക്ക് കുറച്ച് നൊസ്റ്റു അടിച്ച്. കാരണം കോഴിക്കോടോട്ട് ഞാൻ ഒളിച്ചോടി പോയത് ആലുവയിൽ നിന്നായിരുന്നു 3 to 4 ഇയേഴ്സ് ബാക്ക്. സോ അതെനിക്ക് ആ സൈഡിൽ കൂടെ എപ്പോഴും പോകുമ്പോഴും അതും ട്രെയിനിൽ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇതാണ് ട്ടോ. ഇത് നമ്മുടെ മാർത്താണ്ഡവർമ്മ പാലം ആലുവ. ട്രെയിൻ 8:20 പറഞ്ഞാൽ ഞങ്ങൾ എണീച്ചത് 7:10 കേട്ടോ. വേഗം ഷടപടേ എന്നെല്ലാം തീർത്തിട്ട് ഓടി വന്നതാണ്. അപ്പോൾ നമുക്ക് ഫുഡിൻ്റെ കാര്യത്തിലോട്ട് കിടക്കാം. ഓൾറെഡി ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് വെജ് ഓൾറെഡി ഓട്ടോമാറ്റിക്കലി അസൈൻ ആയപ്പെടുമെന്ന് നമുക്കറിയത്തില്ലായിരുന്നു. അവിടെ ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ ഒന്ന് നമ്മൾ മാറ്റി നോൺ വെജ് ആക്കിയിരുന്നു. പക്ഷേ ഫുഡ് പക്ക ബോറായിട്ട് തോന്നിയിട്ടോ. രണ്ടും ഞങ്ങൾക്ക് കഴിച്ച് മുഴുവിപ്പിക്കാനൊന്നും പറ്റിയൊന്നുമില്ല. പിന്നെ ഇപ്പോൾ കാണിച്ചൊരു പാക്കറ്റ് കണ്ടിട്ട് എനിക്ക് നോക്കും പെട്ടെന്ന് കോണ്ടം പോലെയാണ് കേട്ടോ തോന്നിയത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ ഇല്ലയോ എന്നൊന്ന് പറയണേ. കാരണം അത് ഭയങ്കര ആ ഒരു സംഭവം രണ്ട് പേരിങ്ങനെ നിൽക്കുന്നതും അങ്ങനെ ഇങ്ങനെയൊക്കെ എനിക്ക് തോന്നിയായിരുന്നു. എൻ്റെ സദാചാരബോധം ഉണർന്നതാണെന്നോ എനിക്കറിയാൻ പാടില്ല. ട്രെയിൻ നല്ല നീറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. 2.25 മണിക്കൂർ കൊണ്ട് എന്തായാലും നമ്മൾ കോഴിക്കോട് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഫാസ്റ്റുമാണ്. ഉറങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ റെനേൻ്റെ ഉമ്മ വിളിച്ചപ്പോഴാണ് ഞങ്ങൾ എണീക്കുന്നത്. അതും അടുത്ത സ്റ്റോപ്പ് കോഴിക്കോടായിരുന്നു. അതുകൊണ്ട് എണീച്ച്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ കാസർഗോഡ് പോയിട്ട് ഇറങ്ങേണ്ടി വന്നേനെ. എന്തോ ഭയത്തിന് ഓവർ അങ്ങോട്ട് ഉറങ്ങിപ്പോയില്ല കേട്ടോ. പക്ഷെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ വെളുപ്പിന് 4 മണിക്കാണല്ലോ കിടന്നത്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അധികം മുഷിപ്പിക്കാതെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനായ കോഴിക്കോട് എത്തി. പക്ഷേ ഫുഡിൻ്റെ കാര്യത്തിൽ എന്തിനാണ് ആൾക്കാർ ഇത്ര ഹൈപ്പ് കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇനി മേ ബി രാവിലത്തെ ഫുഡ് ആയതുകൊണ്ടായിരിക്കാം എനിക്കങ്ങനെ തോന്നിയത്. എനിക്ക് മാത്രമല്ല, നൂറയ്ക്കും തോന്നി.